അമ്മ ഇതുവരെ ഓടി പൈസ അത് ഇനി തന്നെ വെച്ചാലും മോളെ. നിങ്ങൾ വെക്ക്, നമുക്ക് കുറേശ്ശെ കടങ്ങളൊക്കെ തീർക്കാം. ആ ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം, വിശന്നിരിക്കരുത്. ഇല്ല പോട്ടെ. ഇനി എൻ്റെ ദിവ്യമോളെ കൊണ്ട് എവിടെയും പോണ്ട, താഴെ ഇറങ്ങും. മാറിയിക്ക് സജീവ, എനിക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. കുട്ടികളെ ഇന്നലെ വരെ ഞാനല്ല കൊണ്ടുപോയത്, എനക്കറിയാൻ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. ഓരമ്മമാർ പറഞ്ഞു ഞാൻ കൊണ്ടുപോയാൽ മതിയെന്ന്. ഈ ടീച്ചറുമായിട്ടുള്ള ബന്ധം എനക്കറിയേ കേട്ടാ. ടീച്ചറല്ലേ എനിക്ക് ലൈസൻസ് എല്ലാം ശരിയാക്കി തന്ന്. നിങ്ങളെ കൂട്ടി ഞാൻ കാണുന്നുണ്ടേ, എന്നെ പൊട്ടനാക്കല്ലേ. മാറി സജീവ. ഞാൻ മാറൂല. നിങ്ങൾ ഒരു ദിവസമെങ്കിലും കുട്ടികളെ സമയത്ത് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ദിവസവും ലേറ്റ് ആയി ചെന്നതിന് എൽസി മോൾ എത്ര ദിവസം പുറത്ത് നിന്നിട്ടില്ലെന്ന് അറിയോ? അതല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഓള് കരഞ്ഞിട്ടാ വീട്ടിൽ പോലെ. ഈ എന്ത് പറഞ്ഞാലും ഞാൻ മാറൂല. മാറി സജീവ. മാറൂലടി. അനക്ക് അങ്ങനെ പോകണമെങ്കിൽ എൻ്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി കയർക്ക്. കാണുന്നു ഇറക്ക് ഇറക്ക്. ഓട്ടോ ആൻറ്റി എത്തിയോ? എൽസി ദേ ഓട്ടോ ആൻറ്റി വന്നു. രാധിക നേരത്തെ എത്തിയോ? നേരത്തെ ഒന്നും അല്ല ടീച്ചർ, കുട്ടികളെ മുഴുവൻ കയറ്റി വരുമ്പോഴത്തേക്കും കറക്റ്റ് ടൈം ആവും. ആന്റി ഇത് നോക്കിക്കേ, പുതിയ വാട്ടർ ബോട്ടിൽ. ഞാള് തലശ്ശേരിയിലെ ഡൗൺ ടൗൺ മോളിൽ പോയപ്പോ വാങ്ങിയതാ. അമ്പോ അടിപൊളി. പോവാം. ശരി, ബൈ മമ്മി. ബൈ ബൈ. ഞാൻ കുട്ടികളുടെ അമ്മമാരോട് പറഞ്ഞു ഇനി സ്ഥിരം രാധിക വരികയെന്ന്. എല്ലാരും ഹാപ്പിയാ. സജീവ, നീ എവിടെയാ പോണേ? താലിബാനിലേക്ക്. എന്തിന്? ആരാത് കാണാനില്ലല്ലോ. ദിവ്യമോൾക്ക് ഇപ്പൊ ഓട്ടത്തോടോട്ടാ, മായിക്കാർക്ക് എല്ലാം ഇപ്പൊ പെണ്ണോട്ടോ മതി. നീ വെറുതെ പബ്ജി കളിച്ചിരിക്കാണ്ട് ഭാര്യ പോയി 2 വീശ്, എന്നിട്ട് പോയി റെസ്റ്റ് എടുക്ക്. അതിനൊന്നും ഓനക്കൊണ്ട് ആ കേറിക്കോ. ചെല്ലി. അവന് മൊബൈലൊന്നും കൊടുക്കല്ലേ, അവൻ പരിപ്പെടുക്കും അതിന്റെ. എന്നാ ശരി, കാണാം. ആ ശരി. നോക്കടാ, പോയി വാ. എങ്ങോട്ടാ? സ്റ്റേഷനിലേക്കാ. കയറിക്കോ കയറിക്കോ. നിർത്തി. എവിടെയാ പോണ്ടേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? റീജൻ ബാറിൽ കേറിക്കോ. ഈടെയും പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയാ. അന്താ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിച്ചാ? എന്നും വൈകിട്ട് പരിമളം ഭാഗവതിയെ തൊഴുത് റീജന്റ് പാർക്ക് 2 വീശിയില്ലെങ്കിൽ മനസ്സിന് ഒരു സുഖവും ഇല്ല. കിടന്നാ ഉറക്കം വരില്ല. എന്ത് വേണം? 40 ഉറുപ്പ്യ. 40 ഉറുപ്പ്യ? ഞാൻ നിങ്ങളുടെ ആട്ടോ ഓടിച്ച ദുബായി. നിങ്ങൾ പൈസ എടുക്ക്, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പരിമളത്തിന് നേരത്തേക്ക് വരാൻ ഞാൻ സാധാരണ കൊടുക്കുന്ന 25 ഉറുപ്പ്യാണ്. ഓ, പെണ്ണോട്ടോക്ക് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും. പെണ്ണുങ്ങ പറയുന്ന പൈസ കൊടുക്കാൻ ഇവിടെ കുറെ കോന്തന്മാരും ഉണ്ടല്ലോ. ഇതാ പിടിച്ചോ ഇതിന്റെ പൈസ. ചേച്ചി അങ്ങോട്ട് 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 പോട്ടെ, അങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. ഒന്ന് ചാലക്കര പോണം. കേറിക്കോ. ഇന്ന് ഇഞ്ഞിവിടെ വന്നില്ലല്ലോ.
നല്ല ഓട്ടം അല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. കണ്ടില്ലേ ഒരാൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത്? രാവിലെ മുതലുള്ള ഇരിപ്പാ. സ്വന്തമായിട്ട് ഓട്ടോ ഇല്ലാത്ത ഓട്ടോക്കാരൻ. ഞാനെന്താ അവിടെ മാമാ കാണാൻ നിൽക്കുക? നിങ്ങളുടെ മുഖത്ത് എന്താ കണ്ണില്ലേ? എൻ്റെ ഉഴ അത് ഇങ്ങോട്ട് വരി. അത് ശരി. ഇഷ്ടമുള്ളത് എഴുതാൻ പാടില്ല, ഇഷ്ടമുള്ളത് തിന്നാൻ പാടില്ല, ഇഷ്ടമുള്ള ഓട്ടോയിൽ കയറാനും പാടില്ല. പാടില്ല. കാണാൻ കൊള്ളാമ പെമ്പിള്ളേരൊന്ന് പല്ല് കാട്ടിച്ചിരിച്ച ഓരോരുത്തന്മാരുടെ വായിൽ വെള്ളം ഊറും. എടാ ജാനു, ഓ ഞാനും എന്റെ കുടുംബവും ഈടെ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? ഈ ഫ്രഞ്ച് ബസ് ആരാ ഓടെ വിചാരം? താ ബൽഫി. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതി പറയണ്ടേ ഏട്ടാ. ഹോ, നിങ്ങളും നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ഫ്രഞ്ചും. കാക്കി കുപ്പായോ വിട്ട് കണ്ട അണ്ടനെ അഴകോടനെ ഓട്ടോയിൽ കയറ്റി പോവുക. തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾക്ക് പറ്റിയ പണിയാണോ ഇത്? ഉളുപ്പില്ലാത്ത പെണ്ണ്, മോഴേ ഓ നാണക്കേട്. ഓ അതാ ഇപ്പൊ കാര്യം. ഓട്ടോ ഓടിക്കുന്ന അത്ര അന്തസ്സില്ലാത്ത പണിയൊന്നുമല്ല. നിങ്ങൾ ഫ്രാൻസിൽ ജീവിച്ച ആളാ, എന്നിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? എങ്കിൽ ഓളോട് പോയി തീവണ്ടി കൊടുക്കാൻ പറയും, ഇല്ലെങ്കിൽ വിമാനം പറപ്പിക്കട്ടെ. കണ്ണൂരും കോഴിക്കോടും ഒക്കെ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കണില്ലേ? എന്തേ അവരൊക്കെ മോശക്കാരാ? നിങ്ങളുടെ ഫ്രാൻസിലെ പെണ്ണുങ്ങള് ബസ്സും ലോറി ഓടിക്കണില്ലേ? ഫ്രാൻസിലെ പെണ്ണുങ്ങളൊക്കെ തുള്ളിച്ചളാ. ഈ ഉപ്പ് ഓടെ കൂടി പ്രസംഗിക്കാൻ പഠിച്ചു. സേപ്പാ പൊസേബിള്. സജീവനേടെ? ഓ ഓടുറങ്ങുകയായിരിക്കും. എടാ സജീവ. സജീവ ഒന്നിങ്ങി എന്നിട്ട് വാ. നിന്റെ അമ്മാവൻ വന്നിനെ. ഇങ്ങ് വാടാ. ഈ ഇങ്ങനെ 24 മണിക്കൂർ കിടന്ന് തുടങ്ങിയ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ എങ്ങനെ അറിയും? ഈ എന്തിനാ ഓക്ക് വണ്ടി കൊടുത്തത്? കൊടുത്തല്ല, ഓളെടുത്തോണ്ട് പോയതല്ല. ഇന്റെ സമ്മതമില്ലാതെ ഓൾ ഓട്ടോ എടുത്തോണ്ട് പോകുമോ? നാണോമാനോ ഉണ്ടോ നിനക്ക്? ആണുങ്ങളായ ഇച്ചിരി ചുട വേണം. എടാ നീ ഓട്ടോ ഓടിക്ക്, ഓടിച്ച് പൈസ ഉണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കും. അതിന് ഓട്ടോ വേണ്ടേ? നീ ഒരു ഓട്ടോ മേടിക്ക്. സൈക്കിള് മേടിക്കാൻ പോലും കാശില്ല. പിന്നെ ഞാൻ എന്നാ ഇച്ചിരി. നീ ഇടയ്ക്കാ പോണേ? അമ്മാവൻ പറയണ കേക്ക്. എടാ മണ്ട, എല്ലാരും ഓടിക്കട സ്വന്തം ഓട്ടോ ആണോ? നീ ഒരു ഓട്ടോ കൂലിക്കെടുക്ക്. ഓ അല്ല സേത്തും. എനക്ക് നല്ല കട ഉണ്ടെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇനി കടം ചോദിക്കാൻ 50 ഉള്ളൂ. അവന്റെ നമ്പർ. ഓ ഒരു മോനെ, ഒന്നും അറിയാത്ത ചെറിയ കുട്ടി. ഈ ഓനെ മടിയിലിരുത്തി കുറച്ച് മുല കൊടുക്ക്. വേണേ കൊടുക്കും. അവൻ എന്റെ മോനാ. ആണും പെണ്ണുമായിട്ട് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. തുടങ്ങി പിന്നെ മോനെ പുനാരിക്കാൻ. സേത്താ ഫോത്ത്. നീ ഓനെ ലാളിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി. ഇങ്ങളായി ഇങ്ങടെ പാടായി. ഞാൻ പോവുക. പോവല്ലേ ഏട്ടാ, നിങ്ങൾ തന്നെ അവനൊരു വഴി പറഞ്ഞു കൊടുക്ക്. നിങ്ങളിരിക്കുക, ഞാൻ ചായ എടുക്കാം. എല്ലാത്തിനും എന്നെ കുറ്റം പറയുന്നു. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയത് എൻ്റെ കുറ്റ. ബ്ലൈഡ് കിട്ടാൻ വീട്ടിൽ വന്ന് വായി തോന്നിയത് പറഞ്ഞതും എനിക്ക് ഓട്ടം കിട്ടാത്തതൊക്കെ എൻ്റെ കുറ്റ. ഞാൻ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓളെ മംഗലം കഴിച്ചത്. ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മംഗലം കഴിച്ചാലെങ്കിൽ ഈ നന്നാവുന്ന ഞാൻ തിരിച്ചത്. ഒരു പരിചയമില്ലാത്തതിൻ്റെ കൂടെ മോളെ മംഗലം കഴിച്ചു വിടുമ്പോൾ ആ കുമാരൻ വൈശ്യരുടെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഓൾ ഉണ്ടു കൊടുത്തും സുഖമായിട്ട് കഴിയുന്ന കാണാൻ. എന്നിട്ട് എന്താ ഓള് തുണി കൊടുക്കാതെ നടക്കുന്നത്? ആനക്കൊന്നും മനസ്സിലാവില്ല. ഇനി പോത്താ. ഓളല്ലേ എൻ്റെ ഓട്ടോ ഓടിച്ച് കടന്ന് ഇന്നെ അപമാനിക്കുന്നത്. എന്നിട്ട് ഓള് വമ്പത്തി, ഞാൻ പോത്ത്. ഈ ഒരു ഓട്ടോ ഓടിക്ക്. എൻ്റെ ഫ്രഞ്ചമ്മാവൻ പറഞ്ഞ പോലെ കൂലിക്കൊരു ഓട്ടോ എടുക്ക്. പാക്കെങ്കിൽ എൻ്റെ ഉറക്കം തൂങ്ങിയാൽ ഏർപ്പാടാൻ നടക്കില്ല. പണിയെടുക്കണം, രാത്രിയൊന്നും പകലൊന്നും ഇല്ലാണ്ട്. ഞാൻ എന്തുവേണോ ചെയ്യാം. ഈ കൂലിക്കൊരു ഓട്ടോ ഏർപ്പാടാക്കിത്താ. കാശുണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. അങ്ങനെ വാശി ഉണ്ടാവണം ജീവിതമായാലും. ഈ ഓട്ടോ വാടകയ്ക്ക് കൊടുക്കണ കുരിശോണിനെ അറിയോ? എനക്കൊരു കുരിശിനെ അറിയില്ല. നമ്മുടെ ബാലനറിയാം. ഓം വിചാരിച്ച് നടക്കും. ഈ ആ ബാലനെയും കൂട്ടി പോയി കുരിശോണിനെ ഒന്ന് കാണാം.